മറന്നു വെക്കണ്ടാ കൊടാ പോയിട്ട് കായ് വായിച്ചിട്ടുള്ളവർക്ക് വാങ്ങിച്ചോളി. ₹4 ബാക്കി ബാക്കി പണം വേണ്ടായോ? ബാക്കി വൈദ്യനില്ല. ചെറിയ ലാശമാണെങ്കിൽ ഞാൻ തരാൻ വരുന്നു. എവിടെടാ? നാട്ടിൽ പോയതാ, 3-4 ദിവസമായി. എപ്പോ വരും? അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? അയ്യോ സൂക്ഷിക്കണ്ട, മലപ്പുറം കത്തിയിരിക്കുന്നു. വൈദ്യനെവിടെ? അവനെ നമുക്ക് പിന്നെ നോക്കാം. നീ ഇവിടെ വാ. അമ്മ പറയുന്നത് കൊല്ലായി നമ്മളെ ചായ നിങ്ങളുടെ ചങ്ങായിമാരെ വെറുതെ നോക്കിയിരിക്കണത്. 10 കൊല്ലം മുമ്പേ സ്വന്തം കെട്ടിയോടേക്ക് ഒന്ന് ജയിലിൽ പോയ നമ്മളെ കിട്ടണത് വേറെ ആരുമല്ല. നിങ്ങളെല്ലാം പോയി നമ്മളെ കച്ചവടം നടക്കല്ലേ. അവിടെ നിന്ന് ചായ കാപ്പിയാ ചായ. അവൻ അവളെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്നതാണ്. കല്യാണം കഴിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഗർഭമുണ്ടായിരുന്നു. ഒരു ചെറിയ അസുഖം വന്നപ്പോൾ നമ്മുടെ വാസുവൈദ്യനെ വിളിച്ച് ചികിത്സയ്ക്ക് ഏർപ്പാട് ചെയ്തു. ഒരു ദിവസം കൃഷ്ണൻ വീട്ടിൽ ചെന്നപ്പോ അവൻ കണ്ടു. കൊടുവാട് കൊടുത്ത് അവൻ ചാടി വൈദ്യന് ഓടി രക്ഷപ്പെട്ടു. അവൻ കെട്ടിയോളം വെട്ടി നുറുക്കി അരിഞ്ഞു കൊന്നു. എന്താണ് കണ്ടത്? കണ്ടത് ചികിത്സ അല്പം ഏറിപ്പോയി, അത്ര തന്നെ. കെട്ടിയോളയും കൊന്ന് കൊടുവാടും കൊണ്ട് വൈദ്യന്റെ പറയെ ഓടുന്നു കണ്ടുകൊണ്ട് ആ നാട്ടുകാർ ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. കൃഷ്ണേട്ടാ, നിങ്ങൾ ആ വാസുവിന്റെ കാര്യം വിട്ടേക്ക്. നിങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ അയാൾ സ്ഥലം വിട്ടു. ഇനി ചുറ്റുപാടിൽ അയാൾ തിരിച്ചു വരുമെന്നും തോന്നുന്നില്ല. അവനെ ഞാൻ കാണും. ഈ കത്തി അവനെ നെഞ്ചിൽ കുത്തിയിറക്കി ഞാൻ അവനെ കൊല്ലും. അതാണ് ലക്ഷ്യം. മൂപ്പിലാക്കി ജയില് വല്ലാണ്ട് പിടിക്കുന്നതാണ് തോന്നുന്നത്. അതാണ് വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ അങ്ങനെയൊക്കെ തന്നെ പോകണമെന്നല്ല. ഈ വാ നമ്മൾ പറഞ്ഞുതരാ. നമുക്ക് ഈ കാടൊക്കെ ഒന്ന് വെട്ടി തെളിയിക്കും. ഇതെല്ലാം നമ്മോട് ചോദിച്ചു. മാധവോ, ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ ഇതാരാണെന്ന് അറിയാവോ? ആ, അതൊന്നും വേണ്ട, നിന്റെ അളിയനാ. ആ ആട്ടെ, യശോദ വന്നില്ലേ? യശോദ ഇപ്പൊ വരും. യശോദയുടെ മോനാ കൊച്ചു കള്ളടാ. അമ്മാവനെ കണ്ടോ? ചട്ടമ്പിയാവൻ. അളിയെ ഇങ്ങോട്ട് കയറി ഇരുന്നാ. കൃഷ്ണ, നിന്റെ പെങ്ങളുടെയും അളിയന്റെയും വിഷായം പറഞ്ഞ ഒത്തിരി പറയാനുണ്ട്. ഇവനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. എന്നാ ജോലിയില്ലേ? ഉണ്ട് താൻ. രാഷ്ട്രീയം. നേരം വെളുത്തു കഴിഞ്ഞാൽ കാര്യം ഉള്ളതിനും ഇല്ലാത്തതിനും എവിടെയെങ്കിലും പോയിരുന്ന് തർക്കിച്ച് ബൈക്കുണ്ടാക്കുക. ഇത് നിത്യ തൊഴിൽ അഭ്യാസം. പിന്നെ നിന്റെ പെങ്ങളുണ്ടല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം ഇവിടുത്തെ വലിയ മകളാണ്. നെയ്ത്ത് കമ്പനി വിട്ടു കഴിഞ്ഞാൽ ഒറ്റ പോക്കാണ് മകളാ സമാജത്തിലേക്ക്.
ആ സമയമൊക്കെ വീടും കൊച്ചുമൊക്കെ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ്. ലൗക്യത്തിൽ നടന്ന കല്യാണമാണെങ്കിലും ചിലപ്പൊക്കെ ചില ഏറ്റുമുട്ടലുകളുണ്ട്. അപ്പൊ ചില തട്ടുമുട്ടൊക്കെ കേൾക്കാം. ഓ അങ്ങനൊന്നുമില്ല. നീ കാണാനും കേൾക്കാനും ആളായി, വെറുതെ തടി വടക്കാക്കണ്ട, ദൂഷിച്ചോ. അളിയന് കുളിക്കണ്ടേ? ആ പറഞ്ഞതുപോലെ നേരാണ്. നല്ലോണം പച്ചവെള്ളത്തിൽ നീണ്ടു നിവർന്നൊന്ന് കുളിക്ക്. 10 കൊല്ലത്തെ ചൂടില്ലേ തലയില്, അതൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി തലയൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേന് ഞമ്മൊന്ന് പൊരേ പോയിട്ട് വേഗം വന്നല്ല. കൃഷ്ണൻ നോക്കിക്കേ, നമ്മുടെ സാമ്രാജ്യം. നീ ഇവിടുന്ന് പോകുമ്പോ ഞമ്മളും കെട്ടുകളും മാത്രമേ ഉള്ളൂ. ഇപ്പൊ പരിവാരങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്ക്. ആ നടന്നോട്. കൃഷ്ണൻ കുളിച്ചൊന്ന് ഒരുങ്ങട്ടെ, നമുക്ക് പിന്നെ വരാം. ആ ബാബാ തെളിച്ച് നടന്നോട്. ഭർത്താനൊക്കെ നമുക്ക് പിന്നെ പറയാം. എല്ലാത്തിനെയും കൂടിയും കെട്ടിവെടുത്തിട്ടുള്ളത്. ചേട്ടാ 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 ചേട്ടാ, ഇതെന്റെ കുഞ്ഞാണ്. മോനെ, മോന്റെ അമ്മാവനാ. എനിക്ക് എവിടെയെങ്കിലും കുറച്ച് ദിവസം ഒന്ന് താമസിക്കണം, അതിനുവേണ്ടി വന്നതാ. അല്ലേ, ഇത് ചേട്ടന്റെ വീടല്ലേ, ഇവിടെ താമസിക്കാൻ എന്റെ അനുവാദം വേണോ? ചേട്ടൻ നല്ലത് കൊടുത്തോ? നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അതെന്നെ കാത്തിരിക്കണോ? അത് നല്ല കാര്യമായിപ്പോയി. ചേട്ടന് വല്ലതും വേണോ ഇനി? നീ നമ്മൾ പറയുന്നത് കേക്ക്. നീ പോയി ആ ആര്യാജനെ കാണും. അയാളുടെ കീഴിലല്ലായിരുന്ന നിനക്ക് മുമ്പ് പണി. ഇപ്പൊ ഒരു ജോലി തരാം. ആർക്കും എന്നോട് എന്തും പറയാം, പക്ഷെ പെണ്ണുങ്ങളെ പറ്റി മാത്രം എന്നോട് പറഞ്ഞു പോകരുത്. യശോദയെ തന്നെ ഞാൻ രക്ഷിക്കുന്നത് അവന്റെ പെങ്ങളായതുകൊണ്ടാണ്. സ്ത്രീ എന്ന സാഹചര്യത്തിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് ആ ഓർമ്മ വരും. ഞമ്മളും കെജോനാണ്. പെണ്ണും പിടക്കൊയ്യൊക്കെ നമുക്കുണ്ട്. ഒരുപാട് മക്കളുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചല്ലേ കൊടുക്കണത്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പെണ്ണുങ്ങളെ എന്റെ മുമ്പിൽ വെച്ച് ന്യായീകരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ആരാത്? നമ്മുടെ കൃഷ്ണൻ. കൃഷ്ണ, കഴിഞ്ഞ് ഇനിയെങ്കിലും ചൊവ്വ നേരം ജീവിക്കാൻ നോക്ക്. എനിക്ക് എന്തെങ്കിലും ജോലി വേണം. ജോലിയാ? അതാ നിൽക്ക. നിന്റെ മേൽനോട്ടത്തിന് ഞമ്മളെ കൊണ്ട് കഴിയൂല കൃഷ്ണ. ഓ, ഇവന് പറ്റിയ പണി എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാല് ഇതൊന്നും കാണില്ല. കൃഷ്ണ, വരുന്ന ഞായറാഴ്ച നമ്മുടെ മോന്റെ കല്യാണാണ്. മുസ്തഫാനെ കൃഷ്ണ അറിയില്ലേ? അറിയാം. പന്തലിന്റെ പണി നിന്നെ അങ്ങനെ ഏൽപ്പിച്ചു തന്നാലാ. സാധനങ്ങളൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാല് ഇബ്രാഹിം കുട്ടിയോട് പറഞ്ഞാ മതി. എന്താ കേൾക്കുന്നോ? കേൾക്കണ്ടേ? എന്നാ നാളെ ഈ നേരത്ത് ഇങ്ങോട്ട് വാ. ഇപ്പൊ പോയിക്കോ. അതെ, ഈ പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടാനിട്ടാണ്. ഓ, അവന്റെ കെട്ടുകളെ കൊന്നേ. ആ നേരത്ത് ഞമ്മളായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. പക്ഷേ അയാൾ കത്തിയും തിരിയാവില്ല ഇപ്പോഴത്തെ നടപ്പ്. കത്തിയല്ലേ